വിശദാംശങ്ങളിലേക്ക് പോകാം. കാസർഗോഡ് പടന്നക്കാട് ഉറങ്ങിക്കിടന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കവർച്ച. പുലർച്ചെ 2:30-ഓടെയാണ് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയത്. കാതിലെ സ്വർണം കവർന്ന ശേഷം കുട്ടിയെ വഴിയിൽ ഉപേക്ഷിച്ചു. കണ്ണിനും കഴുത്തിനും പരിക്കേറ്റ കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. അച്ഛൻ സാധാരണ സിറ്റൗട്ടിലാണ് കിടക്കുക. 3-4 വർഷമുണ്ട്. പക്ഷേ 3 മണിക്ക് ശേഷം കറന്നതിന് ശേഷം ഫ്രണ്ട് വാതിൽ അടച്ചിട്ട് ലോക്ക് ചെയ്തില്ല. അതിനുശേഷം കറന്നതിന് ശേഷം വരുമ്പോൾ കുട്ടീനെ കാണുന്നില്ല. അടുക്കള വാതിൽ തുറന്നിട്ടുമുണ്ട്. നാട്ടുകാർ മൊത്തം പരിധി ശേഷം ഒരു 5 മണിക്ക് ശേഷമാണ് ഒരാൾ എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്, ഇങ്ങനെ കുട്ടീനെ കൂടി ഉണ്ടെന്ന് വെച്ച്. അവൾക്ക് അതിൽ കമ്മലും ഇതെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പരിക്കുണ്ട്, കഴുത്തിനും ഇതെല്ലാം പരിക്കുണ്ട്, കണ്ണിനും പരിക്കുണ്ട്. കഴുത്തിന് ചെറിയ പരിക്കുണ്ട്, കഴുത്ത് പിടിച്ച് ഞെരിച്ചതിൻ്റെ കണ്ണിന് 2 പരിക്ക്. വിവരങ്ങൾ ജോസഫ് അഗസ്റ്റിൻ നൽകും. ജോസഫ്, ഇതൊരു അതിശയിപ്പിക്കുന്ന സംഭവമായി പോയി. പെൺകുട്ടിയെ അർദ്ധരാത്രിയിൽ അല്ലെങ്കിൽ പുലർച്ചയോടെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവം. ഈ പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? കുട്ടിക്ക് കാര്യമായ എന്തെങ്കിലും പരിക്കുകളുണ്ടോ? ഫിജി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ അത്ഭുതകരമായ ഒരു സംഭവമായി പോയി. ഇത് നാട്ടുകാർക്ക് തന്നെ വിശ്വസിക്കാൻ ആവാത്തൊരു സംഭവമാണ് ഇന്ന് രാവിലെ കാസർഗോഡ് പടന്നക്കാട് ഒഴിഞ്ഞ വളപ്പിൽ സംഭവിച്ചത്. ഈ മുത്തച്ഛനൊപ്പം കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന കുട്ടീനെയാണ് ഈ തട്ടിക്കൊണ്ടു പോയിട്ടുള്ളത്. അതായത് രാവിലെ മുത്തച്ഛൻ പശുവിനെ കറക്കാൻ പോയപ്പോഴാണ് ഒരാൾ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയത്. അടുക്കള ഭാഗത്തെ കതക് തുറന്നാണ് ഈ കുട്ടിയെ കൊണ്ടുപോയത്. നാട്ടുകാരുടെ തെരച്ചിലിനൊടുവിലാണ് ഈ കുട്ടിയെ അവസാനം കണ്ടെത്തുന്നത്. ഈ കുട്ടിയുടെ കാതിലെ സ്വർണ്ണമടക്കം കവർച്ച ചെയ്തിട്ടുണ്ട്. ഈ കുട്ടി ഇപ്പം പരിക്കുകളോടെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കുട്ടിയുടെ കണ്ണിനും കാതിനും അതുപോലെ തന്നെ കഴുത്തിനും വലിയ രീതിയിലുള്ള പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്താണ് ഇതിന് പിന്നിൽ? കവർച്ച തന്നെയാണോ, മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. പോലീസ് ഏതൊക്കെയാലും SP അടക്കമുള്ള ആളുകൾ സംഭവ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയാണ്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സഹകരണമാണ്. ഈ പ്രതിയെ ഉടൻ തന്നെ കണ്ടെത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഏതൊക്കെയായാലും നാടിനെ നടുക്കിയ ഒരു സംഭവം. ഇവിടെ ആളുകളെല്ലാം തന്നെ കൂടി ഇതിൽ കുറ്റക്കാരായവരാരാണെങ്കിലും അവരെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമം നടത്തി വരികയാണ്. ജോസഫ്, ഈ പെൺകുട്ടി എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ടോ? അതായത് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതിനു ശേഷം നാട്ടുകാർ തിരച്ചിൽ നടത്തിയിരുന്നു. ഈ കുട്ടി ഉപേക്ഷിക്കപ്പെട്ടതിന് ശേഷം അടുത്തുള്ളൊരു വീട്ടിൽ കയറി ചെന്ന് കോളിംഗ് ബെൽ അടിക്കുകയുണ്ടായി. അപ്പോൾ ആ കുട്ടിയെ പരിചിതമുള്ള അച്ഛൻ ഈ കുട്ടിയുടെ അച്ഛനെ വിളിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെയാണ് ഈ കുട്ടിയെ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ഈ കുട്ടി തന്നെ കുട്ടിക്ക് വലിയ രീതിയിലുള്ള പരിക്കുകളൊന്നുമില്ല. കുട്ടി സ്വബോധത്തോടെയാണ്. എങ്കിൽ പോലും കുട്ടി വളരെ വളരെ ധൈര്യപൂർവ്വം നിന്ന് ഈ കോളിംഗ് ബെല്ലടിച്ച് സ്വന്തം അച്ഛനെ ഫോണിൽ വിളിക്കുകയായിരുന്നു ഉണ്ടായത്. ഏതൊക്കെയാലും പ്രതി രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിക്കുന്നുണ്ട്. ഏതൊക്കെയാലും വ്യാപകമായ തെരച്ചിലാണ് ഈ സംഭവത്തിൽ പ്രതിക്കായി ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിരാവിലെയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. 3 മണിയോടെ കാണായ കുട്ടിയെ ഉടൻ തന്നെ ഈ വീടിന് സമീപത്ത് നിന്ന് കണ്ടെത്തുകയായിരുന്നു. ഇവർ പറയുന്നത് പ്രകാരം ഇത് കൃത്യമായി അറിയുന്ന ഒരാളാണ് ഇത്തരത്തിലൊരു കവർച്ച നടത്തിയതെന്നാണ് പറയുന്നത്. കാരണം ഈ 3 മണിക്ക് ഈ മുത്തച്ഛൻ പശുവിനെ കറക്കാൻ വേണ്ടി പോകുമെന്ന് മനസ്സിലാക്കിയ ആള് തന്നെയാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയത്. കാരണം നമ്മൾ ആ വീട് സന്ദർശിച്ചതാണ്. ആ വീട് സന്ദർശിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് സിറ്റൗട്ടിനോട് തൊട്ട് ചേർന്നാണ് ഈ പശുവിന്റെ തൊഴുത്തൊക്കെ ഉള്ളത്. അവിടെ ഉണ്ടായിരുന്നു. ഇതിന്റെ പുറകുവശം ഒരു വയൽ പ്രദേശമാണ്. ഈ വയൽ പ്രദേശത്തൂടെ വന്ന് അടുക്കളയുടെ കതക് തുറന്നാണ് കുട്ടിയെ എടുത്തുകൊണ്ട് പോയിട്ടുള്ളത്. ഇപ്പുറം വഴി വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ മുത്തച്ഛൻ ഈ പ്രതിയെയും കുട്ടിയെയും കാണുമായിരുന്നു. മാത്രവുമല്ല ഈ കുട്ടിയുടെ മുഖം പിടിച്ചുകൊണ്ടാണ് പോയതെന്നും സംശയിക്കപ്പെടുന്നുണ്ട്. ഈ കഴുത്തിന് ചുറ്റും വലിയ പാടുകളും മറ്റുമുണ്ട് കുട്ടിയുടെ. ഏതൊക്കെയായാലും ഈ സംഭവത്തിൽ കൃത്യമായിട്ട് അറിയുന്ന ആളാണ് എന്നാണ് ഇപ്പോൾ നാട്ടുകാരടക്കം വിശദീകരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇത്ര ആസൂത്രിതമായി ഇത്തരത്തിലൊരു കൃത്യം നടത്താൻ സാധിക്കുകയില്ല എന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന. ഏതൊക്കെയാലും തീർച്ചയായും പോലീസ് എന്തായാലും ഊർജിതമായ അന്വേഷണത്തിലാണ്. കാസർഗോഡ് പടന്നക്കാടാണ് സംഭവം. ഉറങ്ങിക്കിടന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കവർച്ച നടത്തി. പുലർച്ചെ 2:30-ഓടെയാണ് ഈ ഒരു സംഭവം അരങ്ങേറിയത്. കാതിലെ സ്വർണം കവർന്ന ശേഷം കുട്ടിയെ വഴിയിൽ ഉപേക്ഷിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ണിനും കഴുത്തിനും കുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ട്. കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്.